വിദ്യാർത്ഥി സമരങ്ങളുടെയൊക്കെ ഭാഗമായി ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുമ്പോൾ ഞങ്ങളുടെ പേരിൽ എടുക്കപ്പെട്ട കള്ളക്കേസുകളുടെയൊക്കെ ഭാഗമായി ഞങ്ങൾക്ക് ജയിൽ കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അങ്ങനെ കോഴിക്കോട് ജില്ലാ ജയിലിൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി കിടക്കുമ്പോൾ മറ്റു പല കേസുകളിലും പ്രതികളായിട്ടുള്ളവർ അവിടെ സഹതടവുകാരായിട്ടുണ്ടായി. അതിൽ പോക്കറ്റടിക്കാർ, സ്ഥിരമായി കളവ് നടത്തുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. സാഹചര്യം കൊണ്ടൊക്കെ അങ്ങനെ ആയിപ്പോയവരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറേ ദിവസം ജയിൽ കിടക്കേണ്ടി വന്നപ്പോൾ സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ അവർ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഈ മോഷ്ടാക്കളും പോക്കറ്റടിക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ ചില കോഡുവാക്കുകളും ഭാഷകളും ഒക്കെ ഉണ്ട്. ഓരോ മോഷണത്തിനും പ്രത്യേക രീതികളൊക്കെയാണ്. ഇപ്പോൾ പോക്കറ്റടി എന്ന് നമ്മൾ പറയും, അവരങ്ങനെ പറയില്ല, അതിന് വേറൊരു വാക്കാണ് ഉപയോഗിക്കുക. അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിച്ച ഒരു കാര്യം, അവർക്കിടയിലും ചില ധാർമ്മികതകളുണ്ട്. മോഷ്ടാക്കൾക്കിടയിലെ ധാർമ്മികത, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോക്കറ്റടിക്കും, മറ്റ് പലതരത്തിൽ മോഷണം നടത്തും, സ്ഥാപനങ്ങൾ കൊള്ളയടിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ വഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരത്തിൽ നിന്നൊന്നും എടുക്കില്ല മോഷ്ടാക്കൾ. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിൽ നിന്നും മോഷണം നടത്തില്ല. എന്നാൽ ചില നീചന്മാർ അതും ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ മോഷ്ടാക്കൾക്കിടയിൽ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് ശവം തൂക്കെന്നാണ്. അവരുടെ കൊടുഭാഷയിൽ ശവം തൂക്ക് എന്നാണ് പറയുന്നത്. ശവം തൂക്കിന്റെ പ്രത്യേകത, ശവം തൂക്കാണ് എന്ന് പറഞ്ഞാൽ ആ മോഷ്ടാവിനോട് മറ്റു മോഷ്ടാക്കൾ സംസാരിക്കാൻ പോലും തയ്യാറാവില്ല. മോഷ്ടാക്കൾക്കിടയിൽ അകറ്റി നിർത്തപ്പെടേണ്ട ഒരു നീചനാണ് ശവം തൂക്ക് എന്നാണ് പറയുക. ഏറ്റവും അധപ്പതിച്ച കള്ളൻ, യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത കള്ളൻ മാത്രമാണ് ഈ പണി ചെയ്യുക എന്നാണ്. മോഷ്ടാക്കളുടെ ധാർമ്മികത പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ആ പണം മോഷ്ടിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ് മാറി. ആ പണം ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവഴിക്കുകയാണ്. കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാൻ, അവരുടെ പ്രചരണം സംഘടിപ്പിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ, മൺമറഞ്ഞുപോയ മനുഷ്യരുടെ ആ ദുരന്തത്തെ വിറ്റ് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എത്ര ഹീനമായ കൃത്യമാണിത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള UDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലെ സ്ഥാനാർത്ഥിയുടെ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കണ്ണുനീരുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ കരയുന്ന മുഖമുണ്ട്. കോൺഗ്രസിന്റെ ഓരോ പ്രചരണ ബോർഡിന്റെയും പിന്നിൽ വയനാട്ടിൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. ഇനിയെങ്കിലും കോൺഗ്രസ് കേരളത്തിന്റെ മുൻപാകെ തുറന്നു പറയണം, എത്ര പണം പിരിച്ചു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലല്ലോ. ആപ്പ് വഴി അല്ലാതെ പോഷക സംഘടനകൾ വഴി നിങ്ങൾ എത്ര തുക പിരിച്ചു? ഈ തിരഞ്ഞെടുപ്പിലെ ഈ ഘട്ടത്തിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നിങ്ങൾ വയനാട് ദുരന്തത്തെ മറയാക്കി എത്ര തുക പിരിച്ചു? ആ സംഖ്യ പറഞ്ഞാൽ മതി. അതെന്താ പറയാൻ മടി? അതെന്തുകൊണ്ടാ പറയാത്തത്? ആ തുക ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്? ഇപ്പൊ വലിയ തുക കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ലല്ലോ, ബാങ്കിൽ നിക്ഷേപിക്കണമല്ലോ. ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ആ തുക? പ്രതിപക്ഷ നേതാവ് പറയുന്നു KPCC പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും സംയുക്ത അക്കൗണ്ടിൽ, ജോയിന്റ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു എന്നാണ്. അത് കളവാണ് എന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരു അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലം കൂടി പരസ്യരേഖയായി മാറിയതോടെ അത് ഇല്ല, കള്ളമാണ് എന്ന് തെളിഞ്ഞു. ഏത് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു, എത്ര തുക കിട്ടി, ഇത് പറയാൻ എന്താ മടി? ജനങ്ങളിൽ നിന്ന് പിരിച്ച പണമല്ലേ? വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞു പിരിച്ചതല്ലേ? പൊതു ആവശ്യത്തിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പണം എത്ര പിരിച്ചുവെന്നും ഏത് അക്കൗണ്ടിലാണ് എന്നും തുറന്നു പറയാൻ കോൺഗ്രസ് തയ്യാറാവണം. ആ പണം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം അവസാനിപ്പിക്കണം. അത് മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടുമുള്ള വെല്ലുവിളിയാണ്, കേരളത്തിലെ മുഴുവൻ മനുഷ്യരോടുമുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്.
പറയാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഏത് വിമർശനത്തിനും മറുപടി പറയാം. എല്ലാത്തിനും സ്വാഗതമാണ്. വയനാട് സർക്കാർ ചെയ്യുന്നത് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല, ടൗൺഷിപ്പാണല്ലോ. അപ്പോൾ വീടുണ്ടാവും, ക്ലിനിക് ഉണ്ടാവും, വായനശാല ഉണ്ടാവും, അങ്കണവാടി ഉണ്ടാവും, മറ്റു സൗകര്യങ്ങളുണ്ടാവും, റോഡുണ്ടാവും, കടകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒരർത്ഥത്തിൽ ഒരു ഗ്രാമം പണി കഴിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അതിന്റെ ആദ്യ ഘട്ടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് വാസയോഗ്യം തന്നെയാണ്. അത് മലയാളം അംഗീകരിക്കുന്ന വലിയ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ അവിടെ എല്ലാം പോയി സന്ദർശിക്കുന്നുണ്ടായല്ലോ. നിങ്ങൾ എല്ലാം അവിടെ പോയിട്ടുണ്ടാവും. മുഴുവൻ പേരും താമസം മാറിയിട്ടുണ്ടാവില്ല. അത് വരും ദിവസങ്ങളിലേ താമസം മാറുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ അങ്ങനെയുള്ളവർക്ക് താമസിക്കാനുള്ള വീടിന്റെ വാടക ഉൾപ്പെടെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മുട്ടാപ്പോക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം ജനങ്ങളുടെ മുൻപാകെ സ്ഫടിക സമാനമായ സുതാര്യമായ കാര്യങ്ങളാണ്. അത് അതിന്റെ വഴിക്ക് പോകും. ഇത് പറയാൻ എന്താ മടി? ഇപ്പൊ അതിൽ തന്നെ എത്ര തുക പിരിച്ചെന്നും ഏത് ബാങ്കിലാണ് നിക്ഷേപിച്ചത്, ഏത് അക്കൗണ്ടിൽ, ബാങ്ക് വേണ്ട, ഏത് അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചത്, അക്കൗണ്ട് പറയുമ്പോൾ ബാങ്കും വരും, അത് പറയുന്നതിന് എന്താ മടി? അതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ രാഷ്ട്രീയമായ അഭിപ്രായവും നിലപാടും ഒക്കെ ഉണ്ടാവും. അതൊന്നും പാടില്ല എന്നും പറയാൻ നമുക്ക് പറ്റില്ല. ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ല. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി. അദ്ദേഹം പറയാണ്, മുഖ്യമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം CMDRFന്റെ വിവരങ്ങൾ ചേർത്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. ഏതു മലയാളിയും ഞെട്ടിപ്പോവും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് എന്നായിരണോ ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? സംസ്ഥാന ഖജനാവിലെ പണം എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയുടെ പേരിൽ ഒരു ബാങ്കിലുള്ള അക്കൗണ്ട് എന്നാണോ അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? ഇങ്ങനെയൊക്കെ പറയാമോ? ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോ ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞപ്പോ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞായിട്ട് കാണുകയാണ്, അങ്ങനെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയല്ല, കൊളുത്തിയ വിളക്കിന്റെ പുറകിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോ ഇവരുടെ കാര്യം പോട്ടെ, ഇവർക്കോ സാധിച്ചില്ല, ഇവരുടെ വംശപരമ്പരയിൽ പോലും ഒരാൾക്ക് ഒരു ജേർണലിസ്റ്റ് ആവാൻ സാധ്യതയില്ല എന്ന തോന്നലാണ് ഇത് കാണുന്ന മനുഷ്യർക്കുണ്ടാവുക. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രമാത്രം ചെറുതായി പോകുന്നു. മാധ്യമ പ്രവർത്തനത്തോട് ജനങ്ങൾക്കുള്ള ആദരവ് എത്രമാത്രം ഇടിഞ്ഞു പോകും. സത്യത്തിൽ ഇവരൊക്കെ മാധ്യമ പ്രവർത്തകരല്ല. മാധ്യമ പ്രവർത്തനത്തിനെതിരായി, മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി എന്തോ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണോ എന്നുപോലും ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് അങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വന്നേ ഉള്ളൂ. ഏതായാലും അങ്ങനെയുള്ളവർ അധികമില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം.